ഒരു ഗ്ലോയി സ്കിൻ മേക്കപ്പ് ലുക്ക് നോക്കിയാലോ. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കും. ഇത് ഫൗണ്ടേഷൻ ഇല്ലാത്തൊരു മേക്കപ്പാണേ. കുറച്ച് മോയ്സ്ചറൈസർ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യണം. ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. പിന്നെ നമുക്കൊരു ഫേസ് സിറം അപ്ലൈ ചെയ്യാം. ഞാൻ വൈറ്റമിൻ സി സിറമാണ് യൂസ് ചെയ്യുന്നത്. ക്ലെയേഴ്സിൻ്റെ വൈറ്റമിൻ സി സിറമാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വേണ്ട കുറച്ച് ലിപ് ബാം ഇട്ട് കൊടുക്കാം. ഏതെങ്കിലും ഒരു ലിപ് ബാം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ സൺസ്ക്രീൻ, ഞാൻ ഡോക്ടർ ഷീറ്റിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കണം, ഒന്നാമത് സമ്മർ ടൈം കൂടെ ആയതുകൊണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് നമ്മുടെ അപ്ലൈ ചെയ്തേക്കുന്ന എല്ലാം ഒന്ന് നന്നായിട്ട് ഫേസിൽ അബ്സോർബ് ആവണം. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ഐബ്രോ നന്നായിട്ട് ഫില്ല് ചെയ്ത് ഷേപ്പാക്കി എടുത്താൽ മതി. ഞാൻ ബ്ലൂ ഹെവൻ്റെ ഐബ്രോ പെന്നാണ് യൂസ് ചെയ്യുന്നത്. ഒരു ക്രീമി പെന്നാണത്. വളരെ ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഏതെങ്കിലും ഒരു കാജൽ എടുത്തിട്ട് കണ്ണിന് പുറത്തായിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒരു വാലിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞ് ബ്രഷ് ഇല്ലേ, ആ ബ്രഷ് വെച്ചിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉള്ളിൽ ഒരുപാട് അപ്ലൈ ചെയ്യണമെന്നില്ല, പുറത്ത് മാത്രം ഞാൻ ബോർഡർ കണ്ണിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കും. ഒരുപാട് അപ്ലൈ ചെയ്യത്തില്ല. നമ്മൾ വാലിട്ടില്ലേ അതിൽ നിന്നുള്ള ആ കൺമഷി വെച്ചിട്ടാണ് ഇത്രയും ഷെയ്ഡ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് നമുക്ക് കൺമഷിയുടെ ആവശ്യം വരില്ല. ഇതുണ്ടോ, ഇതുപോലെ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനും പറ്റും. സ്മോൾ ബ്രഷ് കിട്ടും, ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇന്നൊരു ഗ്രേ ഐ ചെയ്താലോ. ഞാനൊരു ഗ്രേ ഐ ലെൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നു, കളേർഡ് ഉള്ളത്. പവറൊന്നുമില്ല, അത് വൺ ടൈം യൂസിൻ്റെ ഒരു ലെൻസാണ് കേട്ടോ. അത് കണ്ടോ, ഇങ്ങനെയാണ് ലെൻസ് അപ്ലൈ ചെയ്യുന്നത്. ചിലർക്ക് ലെൻസ് വെക്കാൻ വേണ്ടി ഭയങ്കര പേടിയായിരിക്കുമല്ലോ. അപ്പം വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മളുടെ ഐബോളിലോട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് കണ്ണൊന്ന് മൂവ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അത് അവിടെ അങ്ങ് സ്റ്റക്കാവും. എന്നിട്ട് നമ്മളത് പ്രോപ്പറായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് ആ ഐബോളിൽ പ്രോപ്പറാക്കി വെച്ചിരുന്നാൽ മതി. ചെറുതായിട്ടൊന്ന് നീറ്റിൽ കാണും, കാരണം അതിൻ്റെ ഒരു ലിക്വിഡിനൊരു നീറലുണ്ട്. കണ്ടോ, നമുക്ക് പെട്ടെന്ന് ലെൻസ് വെച്ചപ്പോൾ നമ്മുടെ ഫേസ് ചേഞ്ച് ആയത് കണ്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വയ്ക്കാം. ഇതുപോലെയാണ് റിമൂവ് ചെയ്യുന്നത്. ഞാൻ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരെണ്ണം റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. ചിലർക്ക് ഈ റിമൂവ് ചെയ്യാനും പേടിയാണല്ലോ, ഇച്ചിരി പാടാണ് റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ ലിക്വിഡിലിട്ട് വെക്കാം.